ശ്രദ്ധേയമായ ഒരു പുസ്തകമാണ് ഇന്ന് ഇവിടെ പ്രകാശിതമാകുന്ന നീലക്കടലിലെ 40 പടവുകൾ എന്ന പുസ്തകം. ഇന്ന് മലയാള സാഹിത്യത്തിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കൈവെക്കുന്ന ഒരു മേഖലയാണ് കവിത. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എഴുതാനുള്ള എളുപ്പം കൊണ്ടാണോ, അതല്ലെങ്കിൽ തങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും നെരിപ്പോടുകളുമെല്ലാം മറ്റുള്ളവരുമായി പങ്കുവെക്കാനുള്ള ഒരു മീഡിയം അത് കവിത ആയതുകൊണ്ടാണോ എന്നറിയില്ല. ഷാബി നൗഷാദിൻ്റെ 41 കവിതകൾ ആശയസമ്പന്നമാണ്, അർത്ഥവത്തായതാണ്, വായനക്കാരന് പ്രതീക്ഷയുടെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന കവിതകളാണ്. പ്രസാദക വചനത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നമുക്ക് ഒരു കവിത കയ്യിൽ കിട്ടിയാൽ ആ കവിത ഒരു തവണ വായിച്ച് വേണമെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാം. എന്നാൽ വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുന്ന രീതിയിലേക്ക് അതിൻ്റെ വ്യാഖ്യാന ശൈലി കൊണ്ടുപോകുന്നത് ഒരു ജന്മസിദ്ധമായ കഴിവാണ്. അത്തരത്തിലുള്ളൊരു കഴിവുള്ള എഴുത്തുകാരിയാണ് ഷാബി നൗഷാദ്. ഞാൻ ആദ്യമായിട്ടാണ് ആളെ കാണുന്നത്. കഴിഞ്ഞ 2 മാസമായി ഈ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് നിരന്തരം വിളിച്ചു ബന്ധപ്പെടാറുണ്ടെങ്കിലും പലപ്പോഴും എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല, അല്ലെങ്കിൽ അതെങ്ങനെയാണോ വേണ്ടത് അതൊന്നും എനിക്കറിയില്ല. മഹമ്മൂദ് സാർ എന്താണോ പറയുന്നത് അതാണ് എൻ്റെ രീതി എന്ന് പറയുന്ന നിഷ്കളങ്കമായ ഒരു മനസ്സിൻ്റെ ഉടമയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ കവിതകൾ മുഴുവൻ പ്രതിഷേധങ്ങളും പ്രത്യാശകളും ഒക്കെ നിറഞ്ഞ ഒരു സമ്പന്നമായ രചനാ രീതി തന്നെയാണ്. എഴുത്തുകാർക്കോ അല്ലെങ്കിൽ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പോലും സ്വന്തമായിട്ട് അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ നാട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ 2-3 ദിവസമായി മലയാളത്തിൽ ഇറങ്ങുന്ന ഒരു സിനിമയുടെ പേരുമായി ബന്ധപ്പെട്ട് ജാനകി വേഴ്സസ് ദ സ്റ്റേറ്റ്സ് ഓഫ് കേരള എന്നുള്ള ഒരു സിനിമയുടെ പേര്, ജാനകി എന്നുള്ള പേര് മാറ്റണമെന്ന് സെൻസർ ബോർഡിന്റെ നിർദ്ദേശം വന്നു. കോടതി അവരോട് ചോദിച്ചു പേരിൽ എന്തിരിക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു കൗതുകത്തിന് പേരിന്റെ ഒരു പ്രത്യേകത നോക്കിപ്പോയപ്പോ 1998 എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന ഒരു സിനിമ ഇറങ്ങിയിരുന്നു. ഹരിഹരന്റെ സംവിധാനത്തിൽ നമ്മുടെ എല്ലാ ബഹുമാനായ MT വാസുദേവൻ നായർ തിരക്കെഴുതിയ ഒരു സിനിമ. അതിലൊന്നും വിവാദം ജോമോളായി അഭിനയിച്ചത് വിവാദമൊന്നും ആ കാലഘട്ടത്തിൽ കണ്ടില്ല. അപ്പൊ കോടതി നമ്മുടെ ഈ പെക്കയുമായി ബന്ധപ്പെട്ട് അതിന്റെ തലപ്പത്തുള്ള ബി ഉണ്ണികൃഷ്ണൻ സാർ ചോദിച്ചത്, നാളെ സിനിമയുടെ കഥാപാത്രങ്ങൾക്ക് പേരിടുമ്പോൾ പേരിന് പകരം നമ്പർ ഇടേണ്ട ഒരു അവസ്ഥ എത്തിച്ചേരുമോ എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചു. വൈക്കം മുഹമ്മദ് ബഷീർ സാറ് ഒരു ഭഗവത്ഗീതയിൽ കുറെ മലകളെന്നൊരു പുസ്തകം വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അത്തരം കൃതികളൊക്കെ എഴുതുമ്പോഴൊരു പ്രയാസം ഞങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. രചയിതാവിന്റെ എഴുത്ത് വഴികൾ എന്നുള്ള നമ്മുടെ ഗ്രന്ഥകാരി സംസാരിക്കും. അതിനു വേണ്ടിയിട്ട് അവരെ സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. അതിൽ കവിതകൾ ക്ഷണിച്ചിരുന്നു. ഞാൻ അതിൽ 45 കവിതകളായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. ഞാൻ ആ 45 കവിതകളും അവർക്ക് അയച്ചു കൊടുത്ത് അവരത് PDF ആക്കി. അതിൻ്റെ പ്രകാശന ചടങ്ങ് തിരുത്തുഞ്ചമ്പറമ്പ് തന്നെയായിരുന്നു. പക്ഷേ വളരെ ഇതായിട്ട് അപ്പോൾ അവർ എന്നോട് ഇപ്പോൾ ഇവിടെ ലേറ്റായിട്ടിരിക്കട്ടെ ഷെമീന മാം അവർ പറഞ്ഞു 101 കവികൾ ഒന്നായിട്ട് പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ അതിലൊരാളായി മാറേണ്ടവളല്ല നിനക്ക് ഒറ്റയ്ക്ക് ഒരു സ്റ്റാറ്റസ് വേണം. അതുകൊണ്ട് നമുക്ക് ഒരു പുസ്തകം നമ്മൾ നിൻ്റേതായിട്ട് പ്രകാശനം ചെയ്തൂടെ. പിന്നീട് മാം ഓരോ തിരക്കുകൾ ആയപ്പോൾ ആ പുസ്തകം അതേപോലെ ആ PDF ആയിട്ട് അവിടെ കിടന്നു. ഞാനും അതിൻ്റെ പിന്നാലെ പോവാൻ നമ്മളെ ഒരു മനസ്സ് ആ സന്തോഷം കൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ അതൊക്കെ സ്റ്റക്കായി. അതങ്ങനെ ഇരിക്കുന്ന ഇടയിലാണ് അവിടുന്ന് ഓഫീസിൽ നിന്ന് വെച്ച് പരിചയപ്പെട്ടതാണ് ഞാൻ നമ്മുടെ അമ്മാർ സാറ്. അപ്പോൾ അമ്മാർ സാറ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചു, എന്തായി ബുക്കിൻ്റെ കാര്യം. അപ്പോൾ ഞാനൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. ശരിക്കും
ഞാൻ ഈ ബുക്ക് വേണമെന്നോ പ്രസിദ്ധീകരിക്കണമെന്നോ ഒന്നുമില്ലാതെ ഒരു നമ്മളെ വീടിൻ്റെ ആ ഒരു അന്തരീക്ഷത്തിലേക്ക്, ആ ഒരു എന്താ പറയുക, വീടിൻ്റെ ചുറ്റുപാടുകളിലേക്ക് ഞാനിങ്ങനെ ആഴ്ന്നു പോകുന്ന സമയത്ത് നമ്മുടെ മഹമ്മൂദ് മാട്ടൂൽ സാറ് ഇടയ്ക്കൊന്ന് തട്ടി വിളിക്കും, ഷാബി എന്തായി ബുക്കിൻ്റെ കാര്യം, എന്തായി എന്ന് ചോദിക്കും. അപ്പോൾ പറയാം ഒന്നും ആയില്ല. നീ അത് അങ്ങനെ ചെയ്യേ, നീ ഇത് ഇങ്ങനെ ചെയ്യേ, നിനക്ക് നല്ല എഴുതാൻ കഴിവുള്ള കുട്ടിയാണ് നീ എന്ന് പറഞ്ഞിട്ട് സാറ് ഇടക്കിടക്ക്, അതായത് ഞാനത് ഒന്നും ആയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും നമ്മളെ ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, നമ്മൾ വീട്ടുകാരാകുമ്പോൾ പ്രത്യേകിച്ചും ഇന്നെ പോലെയൊക്കെയുള്ള നമ്മൾ ഹൗസ് വൈഫ് എന്നാണ് പറയുക. പക്ഷെ ഹൗസ് വൈഫിനുള്ള ജോലികളും അത്ര ടെൻഷനുകളും മറ്റുള്ള ജോലിക്കൊന്നും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ചും വീട്ടിൽ വയസ്സായവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ശുശ്രൂഷ കൂടെ ഏറ്റെടുക്കേണ്ട അവസ്ഥ വരും. അങ്ങനെ അതിനിടയിൽ ഇടയ്ക്ക് ഞാനൊക്കെ വേണ്ടെന്ന് വെച്ചിരിക്കുമ്പോഴും എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മാട്ടൂൽ സാറാണ്. അതിൽ തീർത്താൽ തീരാത്ത നന്ദി കടപ്പാട് എനിക്ക് സാറിനോടുണ്ട്. അത് ഞാൻ എവിടെ പറയാനും തയ്യാറാണ്. കാരണം ഞാനത് വേണ്ടാന്ന് ഒരു പ്രാവശ്യം മടക്കി വെച്ചത് വീണ്ടും തുറന്ന് അത് ഇതുപോലെ ഒരു ബുക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്നെക്കാളും കൂടുതൽ പ്രയത്നിച്ചത് മഹമ്മൂദ് മാട്ടൂൽ സാറാണ്. അങ്ങനെ എഴുതിയാലും അതൊരു ബുക്കായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ അമ്മാർ സാറും എനിക്ക് അഭിപ്രായങ്ങളോ കാരണം ഇത് പറഞ്ഞു തരാനോ ഞാനൊരു ബുക്ക് പ്രസിദ്ധീകരിക്കോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അമ്മാർ സാറും ചോദിക്കും എന്തായി ഇതിൻ്റെത് എങ്ങനെ ചെയ്യല്ലേ. ഞാൻ പറയും സാറിൻ്റെ ഇഷ്ടം പോലെ. ഞാൻ കണ്ട വീട്ടമ്മമാർ, ഞാൻ കണ്ട പെൺകുട്ടികൾ, ഞാൻ കണ്ട കുട്ടികൾ എല്ലാം ഈ കവിതകളിലൂടെയാണ്. എനിക്ക് എഴുതാൻ ഞാൻ അത് എഴുതുന്നത് കവിതയാണെന്ന് ആദ്യം അറിയില്ലായിരുന്നു. പക്ഷേ ഓരോ മത്സരങ്ങളിലേക്ക് അയക്കുമ്പോൾ അവിടെ നിന്നൊക്കെ 1ാം സമ്മാനവും ഒക്കെ കിട്ടുമ്പോൾ നമുക്കൊരു ഇതൊക്കെ തിരക്കടില്ല എന്ന് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരുമല്ലോ. അങ്ങനെയാണ് വീണ്ടും എഴുതാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പം അത് ഞാൻ പറയാം, ആ സ്ത്രീകളെ ഇതിൽ കവിതകളിൽ വായിച്ചാൽ അധികം അതായിരിക്കും. സ്ത്രീകളെ ഉള്ളിലുള്ള എന്താ പറയുക നിലവിളികള്, സങ്കടങ്ങള്, സന്തോഷങ്ങള്, സന്താപങ്ങള് എല്ലാം നിറഞ്ഞതായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്ന, അതായത് ഞാൻ രാഷ്ട്രീയപരമായിട്ട് എഴുതുന്നതും അത് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്ന ഫീലിങ്സ് നമ്മൾ എഴുതുന്നതെന്ന് വെച്ചാൽ സ്ത്രീകളെ വിഷമങ്ങളും കാര്യങ്ങളും തന്നെയാണ്. ഞാൻ അനുഭവിച്ചാന്ന് പറയാൻ പറ്റൂല, എങ്കിലും എൻ്റെ ചുറ്റുപാടിൽ അനുഭവിക്കുന്ന സ്ത്രീകളെ ഞാനടക്കം എന്നെ പോലെ ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും പുറത്തേക്ക് വരാതെ, പുറത്തേക്ക് എന്താ പറയുക, അവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കാതെ ആ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിയുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. ഞാനും അതുപോലെ ഒരു പെൺകുട്ടി തന്നെയാണ്. ആ പേരിടാൻ കാരണം ഞാൻ പറഞ്ഞതാ, നീലക്കടലിലെ 40 പടവുകൾ എന്നാണ് കവിത ബുക്കിൻ്റെ പേര്. ആ നീലക്കടൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞതാണ് നമ്മളെ കടൽ എന്നാണ്. കടലിലെ അടിത്തട്ടിലേക്ക് അതിൻ്റെ നിഗൂഢതയിലേക്ക് ഊളിയിട്ടാൽ ആർക്കും അതിന് വ്യക്തമായിട്ടൊരു ഉത്തരം കണ്ടെത്താനോ വ്യക്തമായിട്ട് അതിലേക്ക് ഒരു ഉത്തരത്തിലേക്ക് എത്തിപ്പെടാനോ സാധിക്കില്ല എന്നും ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ നീലക്കടലിലെ 40 പടവുകൾ എന്ന് കവിതയ്ക്ക് പേരിട്ടതിന്. എല്ലാവർക്കും ഇനി നമ്മുടെ ഷെമീന VP, എൻ്റെ ഷെമീന മാം, ഞാൻ ഹാപ്പിനെസ് സെൻ്ററിലെ സൈക്കോളജി പഠിച്ചിരുന്നു, അവിടെ വർക്ക് ചെയ്തിരുന്നു. എൻ്റെ പ്രകാശന ചടങ്ങിന് അതിനായിട്ട് എത്തിച്ചേർന്നവർ ഇതിലുണ്ടെന്ന് എനിക്ക് അറിയാം. അത് വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ്. പിന്നെ എല്ലാവരും ബുക്ക് വാങ്ങണമെന്നും വായിക്കണമെന്നും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്നും ഞാൻ നിശ്ചിതമായി പറയുകയാണ്. ഈ വേദിയിൽ വെച്ച് ഈ പരിപാടി നടത്തുമ്പോൾ ഒരു പുതിയ കവിയത്രിയെ നാം പരിചയപ്പെടുത്തുന്നു എന്നതിൻ്റെ ഒരു സന്തോഷവുമുണ്ട്. ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം നീലക്കടലിലെ 40 പടവുകൾ എന്ന ഈ പുസ്തകം യാദൃശ്ചികമായി ഡോക്ടർ ഷെമീനയുടെ ക്ലിനിക്കിൽ പോയപ്പോഴാണ് ശ്രീ ഷാബി നൗഷാദിനെ ഞാൻ കാണുന്നത്.
അവിടെ വെച്ച് ഡോക്ടർ പറഞ്ഞു, ഇവർ നല്ലൊരു കവയിത്രിയാണ്, ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്, ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഈ പുസ്തകത്തിൻ്റെ PDF കോപ്പി എനിക്ക് അയച്ചു തന്നു. സാധാരണ കവിതകൾ പറഞ്ഞാൽ പലരും കവിതകൾ എഴുതും, പക്ഷേ അതിൽ ഭാഷ ഉണ്ടാകുമോ, വാക്കുകൾ ഉണ്ടാകുമോ, അതുപോലെ തന്നെ മറ്റു പലതും ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇതാണ് കവിത എന്ന്. ഈ അടുത്ത ദിവസം ഞാൻ വായിച്ച ഒരു രസകരമായ കഥ കൂടി ഓർമ്മിക്കുകയാണ്. ഒരു പ്രശസ്തമായ പത്ര സ്ഥാപനത്തിൽ ഒരു കവിതയുമായി ഒരു കവി എത്തുന്നു. അദ്ദേഹം കവിത കൊടുത്തുകൊണ്ട് അതിൻ്റെ എഡിറ്ററോട് പറയുന്നു, ഇത് പ്രസിദ്ധീകരിക്കണമെന്ന്. അദ്ദേഹം പലതവണ ആ പുസ്തകം ആ കവിത വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇതെന്താണ് കവിത എന്ന് പറഞ്ഞു തന്നാൽ ഞാൻ പ്രസിദ്ധീകരിക്കാം. ഈ അവസ്ഥയാണ് ഇന്നുള്ളത് എന്ന് പ്രമുഖ മാധ്യമപ്രവർത്തകന്മാർക്കൊക്കെ അറിയാം. അതുപോലെ കവിത ആ രൂപത്തിലാണെങ്കിലും എന്നാണ് ഞാൻ ആദ്യമായി ഇതിനെയും കരുതിയിരുന്നത്. പക്ഷേ ഇത് വായിച്ചപ്പോഴാണ് ഇതിലൊരു അക്ഷരം പോലും മാറ്റാൻ പറ്റാത്ത രൂപത്തിൽ വളരെ മനോഹരമായ കവിതകൾ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ തന്നെ ഇതിനൊരു അവതാരികം എഴുതിത്തരണമെന്ന്. ഭാഗ്യമോ നിർഭാഗ്യമോ എന്ന് പറയട്ടെ, ആ പുസ്തകത്തിന് അവതാരികം എഴുതി കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണ് പറയേണ്ടതെന്നൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഷാബി നൗഷാദിൻ്റെ നീലക്കടലിൻ്റെ 40 പടകൾ എന്ന കവിതകൾ ആധുനിക ജീവിതത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് എന്ന് പറയാൻ സാധിക്കും. സ്ത്രീകളുടെ വികാരങ്ങൾ, അവർക്കുള്ള സാമൂഹ്യ പരിമിതികൾ, അവരുടെ പ്രതിരോധ ശൈലി എന്നിവ പ്രധാന പ്രമേയങ്ങളെ മാറുന്നതാണ് ഇതിലെ മിക്ക കവിതകളും. നവമാധ്യമങ്ങൾ മുഖേന പലപ്പോഴും പ്രസിദ്ധീകരിച്ച കവിതകളാണ് ഇതെന്ന് നമുക്കറിയാം. എന്നാൽ നമ്മുടെ മനസ്സിൻ്റെ ഓർമ്മകളിൽ തങ്ങിയിരിക്കുന്ന ഒരുപാട് കവിതകൾ ഇതിലുണ്ട്. അത് നിങ്ങളൊക്കെ വായിക്കണം. ഇതിൻ്റെ അവതാരികൻ ഞാനത് പൂർണ്ണമായി എഴുതിയിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് വേദനകൾ കൊണ്ട് നനയുന്ന എൻ്റെ കണ്ണിനെ അക്ഷരങ്ങളുടെ തൂവാല കൊണ്ട് ഞാൻ ഒപ്പിയെടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലുള്ള വേദനകളെ അക്ഷരത്തിൻ്റെ തൂവാല കൊണ്ട് ഒപ്പിയെടുക്കുന്ന വരികളാണ് യഥാർത്ഥത്തിൽ ഇതിലുള്ള എല്ലാ കവിതകളും എന്നെനിക്ക് തോന്നുകയാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഈ പ്രഷർ കുക്കർ എന്ന് തലക്കെട്ടിടാനുള്ളൊരു കാരണം ശരിക്കും ആപ്റ്റായിട്ടുള്ള ഒരു തലക്കെട്ടാണ്. കാരണം പ്രഷർ കുക്കർ നമ്മൾ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചാൽ അതിനൊരു പ്രശ്നമില്ല, വളരെ സുന്ദരമായിട്ട് താഴെ കത്തുന്നു, അതിൻ്റെ പുറത്ത് വേറൊന്നുമില്ല, നമ്മൾ എങ്ങനെയാണോ തേച്ച് മിനിക്കത് അതുപോലെ കിടക്കുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ അകത്ത് നടക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇറച്ചി കഷ്ണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിളച്ച് മറിഞ്ഞ് എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് നടക്കുന്ന വിസ്ഫോടനങ്ങൾ എന്നുള്ളത് ആർക്കും അറിയില്ല. പക്ഷെ ശാന്തമായി പുറത്ത് ഒരു പ്രഷർ കുക്കർ പോലെ നമ്മൾ കാണുകയാണ് പല സ്ത്രീ ജീവിതങ്ങളെയും എന്നുള്ളത് ഷാബി നൗഷാദ് വളരെ മനോഹരമായിട്ട് പ്രതീകവൽക്കരിക്കുന്നു എന്നുള്ളത് ആ തലക്കെട്ടിലൂടെ തന്നെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. ഞാനിപ്പോഴാണ് അറിയുന്നത് അവർക്ക് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ ഒരു കവിതാ സമാഹാരം ഇറക്കുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ വലിയ അക്കാഡമിക്കായിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളത് ഞാൻ എന്നോട് മാഷ് പറഞ്ഞപ്പോഴാണ്. പക്ഷെ എനിക്ക് ഈ കവിതകളിലൂടെ ഇങ്ങനെ പോയപ്പോൾ അങ്ങനെ ഒരു തോന്നലേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ നല്ല എന്താ പറയുക, മലയാളത്തിലൊക്കെ നന്നായിട്ട് പഠിച്ച, നന്നായിട്ട് എന്താ പറയുക, ആ ഒരു തരത്തിൽ നല്ല പരിചയമുള്ള ഒരാൾ എഴുതിയ കവിതകളെ പോലെയാണ് ഓരോ കവിതകളും എനിക്ക് തോന്നിയത്. വെറുതെ കവിതകൾ എഴുതുക അല്ലെങ്കിൽ സ്വന്തം നൊമ്പരങ്ങളും വേദനകളും ബാക്കിയുള്ളവർക്ക് പറയുക എന്നുള്ളതല്ല ഷാബിയുടെ കവിതകൾ. നമ്മുടെ പുതിയ കാലത്തെ കവിതകളെ എന്തുകൊണ്ട് ഷാബിയുടെ കവിതകൾ വ്യത്യസ്തമാവുന്നു എന്നുള്ളത് എനിക്ക് തോന്നിയത് അതിലൊക്കെ ഓരോ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ അതിലൂടെ അവർ പറയാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഗാന്ധിജി, കറക്റ്റ് തലക്കെട്ട് അതല്ല, ഗാന്ധിജിയെ കുറിച്ചൊരു കവിതയുണ്ട്. ആ കവിതയിൽ ഞാൻ ഓർക്കുന്ന വരി ഇങ്ങനെയാണ്, നേരത്തെ പറഞ്ഞ പോലെ അക്ഷരങ്ങൾ അതേപോലെ ആവണമെന്നില്ല. ഗാന്ധിയെ കൊന്ന കൈകളിലാണ് ഇന്നിൻ്റെ ഇന്ത്യ ശ്വസിക്കുന്നത് എന്ന് പറയുന്നൊരു വരിയുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ അവർക്ക് തോന്നിയ ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തെ, ഇന്നത്തെ ഭരണകൂടത്തെ വളരെ കൃത്യമായിട്ട് 1-2 വാക്കുകളിൽ നമുക്ക് വരച്ചിടുന്നു എന്നുള്ളതാണ്.
ഞാൻ ഇതിൻ്റെ ഒരു സാമൂഹിക ഉത്തരവാദിത്വത്തെക്കുറിച്ച് നോക്കി അവരുടെ ബയോഡാറ്റ ഇങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർ സാമൂഹികമായ പ്രവർത്തനങ്ങളിലും അതേപോലെ സേവന പ്രവർത്തനങ്ങളിൽ തൽപര മാത്രമല്ല അതിനൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പം അവരുടെ ജീവിതമാണ് യഥാർത്ഥത്തിൽ ഈ വരികളിലൂടെ ഇങ്ങനെ പുറത്തു വന്നത് എനിക്ക് കാണാൻ കഴിയും. പിന്നെ നമ്മൾ എന്താ പറയുക, ഒരു കവിത ഒരു കലാരൂപമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എഴുത്താണെങ്കിൽ അത് വെറും വായനാനുഭവം മാത്രമാണോ അല്ലെങ്കിൽ നമുക്ക് രസിക്കാനുള്ള ഒരു സംഭവമാണോ എന്നതിനപ്പുറത്ത് അത് മനുഷ്യർക്ക് കൂടി സന്ദേശമാകുന്ന അല്ലെങ്കിൽ അവർക്ക് കൂടി നമ്മൾക്ക് അവരോട് പറയാനുള്ള ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പറയാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ കവിതകളിലൂടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായത്. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവരുടെ ഭാഷയുടെ ഒരു തെളിമയാണ്. പലപ്പോഴും നന്നായിട്ട് വായിക്കുന്ന നന്നായിട്ട് അക്കാഡമിക് എക്സലൻസ് ഉള്ള ആളുകൾക്ക് പോലും എഴുതാൻ പറ്റാത്ത രീതിയിലുള്ള ഭാഷ അവരിതിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ ലളിതമായിട്ട് ആർക്കും മനസ്സിലാവുന്ന രീതിയിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിലൊക്കെ അർത്ഥങ്ങളുടെ മഹാനിധികൾ ഗർഭം ധരിച്ച് നിൽക്കുന്ന മഹാ അർത്ഥങ്ങളുള്ള കുറേ വരികൾ ഇതിലുണ്ട്. അതായത് നമ്മൾ പത്രഭാഷയിൽ പറഞ്ഞാൽ വിഷ്വൽ റൈറ്റിംഗ് എന്നാണ് അതിന് പറയാം, ദൃശ്യഭാഷയിൽ എഴുതുക എന്നുള്ളത്. കാരണം നമുക്കറിയാം ഈ പുസ്തകം എന്ന് പറയുന്നത് വെറും കറുത്ത ഉറുമ്പരിക്കുന്നത് പോലുള്ള അക്ഷരങ്ങളാണ്. നമ്മൾ ജീവിക്കുന്നതോ നമ്മുടെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞാൽ സെക്കൻഡുകൾക്ക് ദൃശ്യങ്ങൾ മാറി മറിയുന്ന കളർഫുള്ളായിട്ടുള്ള ഗാഡ്ജറ്റുകളാണ് നമ്മുടെ ഓരോ കയ്യിലുമുള്ളത്. അപ്പം നമ്മുടെ ഈ കയ്യിൽ ഈ മൊബൈൽ എന്ന് പറയുന്ന ഒരു സാധനവും അതേപോലെ സാങ്കേതികമായി എത്രമാത്രം ഉന്നതിയിലെത്തിയ ഒരു വായനക്കാരൻ വെറും കറുത്ത അക്ഷരങ്ങൾ മാത്രമുള്ള ഈ പുസ്തകം കയ്യിലെടുക്കുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വാക്കുകളാണ്. അപ്പോൾ അവർക്ക് നമ്മളുടെ ഈ ഫോണിൽ കാണുന്ന വിഷ്വലുകളേക്കാൾ ദൃശ്യങ്ങളെക്കാൾ കൂടുതൽ അവരുടെ മനസ്സുകളിൽ അവർക്ക് ആകാശങ്ങളിൽ അവർക്ക് ചിത്രങ്ങളെയും ദൃശ്യങ്ങളെയും കാണാൻ പറ്റുന്ന തരത്തിലാണ് ഇതിലുള്ള ദൃശ്യഭാഷ എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഞാൻ പരിചയപ്പെടേണ്ടവരാണ് എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും ഇവിടെ എത്തി നിങ്ങളൊക്കെ കണ്ട് പരിചയപ്പെടാനൊക്കെ സാധിച്ചതിൽ ഞാൻ ഒന്നുകൂടി എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. ഞാനും ചെറിയൊരു എഴുത്തുകാരിയാണ്. എഴുത്ത് ആദ്യം തുടങ്ങിയത് ഞാൻ എൻ്റെ പാചകത്തിന്, എനിക്ക് ഏറ്റവും ഇഷ്ടം പാചകമാണ്. ഞാൻ പഠിച്ചതും ഹോം സയൻസും അത് കഴിഞ്ഞ് ന്യൂട്രീഷനും അതും ഇതൊക്കെ ആയിരുന്നു. മദ്രാസിൽ നിന്നും ബോംബെയിൽ നിന്നൊക്കെ അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം വന്ന് പെട്ടത് എൻ്റെ ഭർത്താവിന് തിരൂരിൽ ജോലി കിട്ടിയപ്പോൾ ഇവിടെ തിരൂരായിരുന്നു. അങ്ങനെ തിരൂർ വന്നപ്പോഴാണ് എൻ്റെ ബാക്കിയുള്ള സഹോദരന്മാരെ പറ്റി ഞാൻ കാണുന്നത്. വിദ്യാഭ്യാസമില്ല, സ്വന്തം കാര്യം പോലും ചെയ്യാൻ അറിയില്ല, എന്തൊക്കെയോ സ്വന്തം മക്കളെ എങ്ങനെ നോക്കണമെന്നും അവർക്ക് എന്ത് വാക്സിനേഷൻ കൊടുക്കണമെന്നും ഒന്നും തന്നെ അറിയാത്ത പല സ്ത്രീകളും എൻ്റെ മുമ്പിൽ ഞാൻ കണ്ടു. അപ്പം ഞാൻ അന്നത്തെ വിദ്യാഭ്യാസ കാര്യത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ഡോക്ടർ ഗഫൂർ സാഹിബിനും ഭാര്യയ്ക്കും ഒരു കത്തെഴുതി എന്നോട് പറഞ്ഞു, നിങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കി, ഞങ്ങൾ നിങ്ങളുടെ പിന്നിലുണ്ടെന്ന്. അങ്ങനെ ഞാനൊരു കമ്മിറ്റി ഉണ്ടാക്കി മലപ്പുറം ജില്ല അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോയി. സാക്ഷരതയുടെ കാര്യത്തിലൊക്കെ കഴിയുന്ന പോലെ മുന്നോട്ട് പോയി. നമ്മുടെ സ്ത്രീകളുടെ ഉന്നമനമായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെ കുറേയൊക്കെ ചെയ്യാൻ സാധിച്ചു. പിന്നീടാണ് എനിക്ക് തോന്നിയത് ഞാൻ പഠിച്ചത് വെറുതെ ആയി പോകരുത്, എൻ്റെ സഹോദരന്മാർക്ക് പഠിപ്പിക്കണമെന്ന് വിചാരിച്ച് എൻ്റെ ഹസ്ബൻഡ് പ്രാക്ടീസ് ചെയ്യുന്ന ക്ലിനിക്കിൻ്റെ മുകളിൽ കാലി സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ നല്ല ക്ലാസ്സുകൾ എടുത്തു, ഹോം സയൻസ് ക്ലാസ്സുകളും മറ്റും അതും ഇതൊക്കെ എടുക്കുമ്പോൾ എനിക്ക് കുറേ പേര് വന്നിരുന്നു, കുറേ സ്ത്രീകൾ പെൺകുട്ടികളും പഠിക്കാൻ വന്നിരുന്നു. അപ്പോൾ അവരുടെ കുട്ടികളും അവരുടെ അമ്മമാരും ഒക്കെ വന്നാൽ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്ന ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു ലൈബ്രറി തുടങ്ങണമെന്ന്. ഞാൻ അവർക്ക് വേണ്ടി ഒരു ലൈബ്രറി തുടങ്ങി. ഇനിയും കുറേ പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ, ഇനിയും നല്ല ഭാവി ഉണ്ടാകട്ടെ, അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. മലയാള ഭാഷയുടെ പിതാവിൻ്റെ പാവനമായ ഈ ഭൂമിയിൽ, അതുപോലെ തന്നെ മലയാള നോവൽ പ്രസ്ഥാനത്തിൻ്റെയും മറ്റും കുലപതിയായ MT ജീവനും വളവുമേകിയ ഈ ഭൂമിയിൽ നീലക്കടലിലെ 40 പടവുകൾ, ഇത് പുസ്തകം വായിക്കാൻ കിട്ടിയപ്പോൾ അതിൻ്റെ ആ പേരിൻ്റെ ഒരു സാങ്കത്യം ഞാൻ ഇന്നലെയൊക്കെ ആലോചിക്കുകയായിരുന്നു.
ഇന്ന് അത് വ്യക്തമായി. നീലക്കടലിലെ 40 വർഷം, നമുക്കറിയാം നീലക്കടൽ, കടൽ ശാന്തമാണ്, സൗന്ദര്യമുള്ളതാണ്, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷേ ആ കടൽ രുദ്രഭാവം പലപ്പോഴും നമ്മളെ ഭീതിപ്പെടുത്താറുണ്ട്. അത് ശാന്തമായും അതുപോലെ അതിൻ്റെ രുദ്രഭാവത്തിലും നമ്മളോട് ഇടപെടാറുണ്ട്. അങ്ങനെയുള്ള ഒരു നീലക്കടലിലെ 40 പടവുകളാണ് കടന്നു പോയത്. ബാക്കി നിങ്ങൾക്ക് ഊഹിക്കാം. അതിലാദ്യത്തെ ഈ ഇവിടെ ഞാൻ സൂചിപ്പിച്ച പോലെ വളരെ ആഴത്തിലേക്ക് പോകുന്നില്ല, മനസ്സിലെ വികാരങ്ങളും വിചാരങ്ങളും അതുപോലെ സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് ഒരു സ്ത്രീ അനുഭവിക്കുന്ന, ഇവിടെ സാറ് സൂചിപ്പിച്ച പ്രഷർ കുക്കർ, അതാണ് ഏറ്റവും നല്ല ഒരു ഉപമയാണത് സ്ത്രീയുടെ ജീവിതത്തിൽ. അതുപോലെ വിവിധ കാലഘട്ടങ്ങളിൽ, ശൈശവം തൊട്ടുള്ള വിവിധ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീ, അവരുടെ ചുറ്റുപാടുകളിൽ അവരനുഭവപ്പെടുന്ന വേദനകൾ, വികാരങ്ങൾ, സന്തോഷങ്ങൾ, ഇങ്ങനെയുള്ള ആകുലതകളൊക്കെ ഇതിൻ്റെ അന്തർലീനമായിരിക്കുന്നു ഓരോ കവിതയിലും. നമ്മൾ ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കവിത നമുക്ക് അങ്ങനെ ഈണത്തിൽ അങ്ങനെ പാടിപ്പോകാൻ കഴിയുന്നല്ല, ആഴത്തിലേ ഇത് പാടാൻ കഴിയുള്ളൂ, ആഴത്തിലാണ് പാടാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അത് ഒരു ഗദ്യ കവിതയുമായിട്ട് സാമ്യമുള്ള രൂപത്തിലാണ്. ഓരോന്നും വ്യത്യസ്ത ആശയങ്ങൾ, നമ്മുടെ ചുറ്റുപാടുമുള്ള സംഭവങ്ങൾ, രാഷ്ട്രീയ പ്രമേയങ്ങൾ, ഇങ്ങനെ വിവിധ ഇതിലൂടെ കടന്നു പോകുന്നതാണ്. അവസാനത്തെ കവിത ഞാനൊന്ന് പറയാം. 40 പടവുകൾ. കൂടൊഴിഞ്ഞ പക്ഷിയാണ് ചിലപ്പോഴൊക്കെ, കൂടൊഴിഞ്ഞ പക്ഷിയാണ് ചിലപ്പോഴൊക്കെ, അസ്ത്രനടനം വിസ്മയിപ്പിക്കുന്നതെൻ്റെ തീർത്ഥയാത്രയിലെ കുതിക്കുന്ന ലക്ഷ്യത്തിലാണ്. അസ്ത്രനടനം വിസ്മയിപ്പിക്കുന്നതെൻ്റെ തീർത്ഥയാത്രയിലെ കുതിക്കുന്ന ലക്ഷ്യത്തിലാണ്. കണികകളൊത്തു ചേർന്ന് നീർത്തുള്ളികളായി സാഗരത്തിൽ അലിഞ്ഞിരിക്കുന്നത് വിഭാവനങ്ങളുടെ സനാതനാകാശത്തിലേക്കുള്ള പ്രയാണത്താലാണ്. കണികകളൊത്തു ചേർന്ന് നീർത്തുള്ളികളായി സാഗരത്തിൽ അലിഞ്ഞിരിക്കുന്നത് വിഭാവനങ്ങളുടെ സനാതനാകാശത്തിലേക്കുള്ള പ്രയാണത്തിലാണ്. വൈഖരിയുടെ ഉച്ചസ്ഥായിയിൽ നീ എന്ന ഏമാരിപ്പേറ്റിലരിഞ്ഞ് നനവ് പടർന്നെൻ്റെ ചിറകിലരിഞ്ഞത് 1000 മഴവിൽ കനവുകളാണ്. ഉറവയാലുരഞ്ഞ പ്രവാഹത്തിൻ്റെ സരണിയിൽ ആത്മാവ് പിടഞ്ഞവസാനിച്ചത് പ്രണയത്തിൻ്റെ തീക്കാറ്റേറ്റാണ്. ഉറവയാലുരഞ്ഞ പ്രവാഹത്തിൻ്റെ സരണിയിൽ ആത്മാവ് പിടഞ്ഞവസാനിച്ചത് പ്രണയത്തിൻ്റെ തീക്കാറ്റേറ്റാണ്. ഹിമശൈത്യങ്ങളെ തൊട്ടുണർത്തി നീലാകാശത്തിലെ 40 പടവുകളിൽ പരിശുദ്ധ പ്രണയത്തിൻ്റെ ഗന്ധർവ സ്പർശത്താൽ പരാഗണേന്ദുക്കളാൽ നീയും ഞാനും അനശ്വരമാത്മാക്കളായി പുനർജനിക്കട്ടെ. കേറി ചങ്ക് പൊടിഞ്ഞപ്പോൾ തുറന്നു കൊടുത്ത കുഞ്ഞു ദ്വാരത്തിലൂടവൾ തൻ്റെ കിനാവെല്ലാം തുറന്നുവിട്ടു. കീറി മുറിച്ചെന്ന ആശ്വാസത്തിൽ പകയുടെ കനലുകൾ കെട്ടപ്പോൾ നിസ്സംഗ ഭാവം നടിച്ചവൾ തേങ്ങിക്കരഞ്ഞ് മൗനം പാലിച്ചു. തിളച്ചു മറിഞ്ഞ ബാക്കി പത്രമെന്നോണം ചോരയും നീരും ഒലിച്ചിറങ്ങി അവളുടെ മേൽ പറ്റിപ്പിടിച്ചു. പാതിയെ അടർത്തി മാറ്റി നുണഞ്ഞ നാവുകളിൽ തൻ്റെ വിയർപ്പുകളുടെ രുചിയുണ്ടെന്ന് അറിഞ്ഞവൾ നിസ്സംഗഭാവം നടിച്ചു. അടുത്ത കൂകിവിളിക്കായി പതയിട്ട് മിനുക്കി നഗ്നയായവളെ കമഴ്ത്തിക്കിടത്തി ഓരോ പെണ്ണും പ്രഷർ കുക്കറെന്നാരോ പറഞ്ഞതിൽ ഉണങ്ങി വരണ്ടവൾ കാത്തു കിടന്നു. ഒരു സ്ത്രീയെ പ്രഷർ കുക്കറുമായി ഭവിച്ചാണ് എല്ലാം അതിലടങ്ങിയിട്ടുണ്ട്. ക്ഷീണം തോന്നുമെങ്കിലും മാടി പിടിക്കുന്ന കട്ടിലിനോട് പുഞ്ചിരിച്ചു. രസകരമായ വരികളാണ്. ക്ഷീണം തോന്നുമെങ്കിലും മാടി പിടിക്കുന്ന കട്ടിലിനോട് പുഞ്ചിരിച്ചു കൊണ്ട് എഴുന്നേറ്റ് പോവണം.
അടഞ്ഞു പോകുന്ന കണ്ണുകളെ വലിച്ചു തുറന്ന് മാവ് കുഴയ്ക്കണം. നേരം വെളുക്കുന്ന സമയത്തുള്ള കാര്യങ്ങളാണ്. കുറച്ച് സമയമെങ്കിലും അടങ്ങിയിരുന്ന് പറഞ്ഞ് വേദനിക്കുന്ന കൈകളെ പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കണം. വിയർപ്പു തുള്ളികൾ ചാരിട്ടൊഴുകുന്ന നേരം നിന്നെ കാണാതിരിക്കാൻ വയ്യാന്ന് പറഞ്ഞ് അലക്കുകല്ലിനെ മയപ്പെടുത്തണം. ചുളിവുകൾ വീണു തുടങ്ങുന്ന മുഖത്തിലേക്ക് കണ്ണാടിയിൽ നോക്കി പരാതി പറയണം. കാഴ്ചയിൽ തെളിച്ചമില്ലെന്നറിവിൽ ഗദ്ഗതത്തോടെ നീ ഒരു നെടുവീർപ്പൻ അയക്കണം. വെള്ളി നാരായി മാറാൻ ധൃതി കൂട്ടിയ മുടിയിഴകളോട് നിസ്സഹായതയുടെ പുഞ്ചിരി തൂകണം. അങ്ങനെ പലതിനോടും തോറ്റുകൊണ്ടിരിക്കണം. കാരണം അവൾ കുഞ്ഞുങ്ങളുള്ള അവളിൽ ആശ്രയത്വം കാണുന്ന അവളിലെ അവളാണ് അവൾ ഒരു വീട്ടമ്മയാണ്. ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുകയാണ്, നിന്നാൽ അസാധ്യമായി ഇല്ലൊരു കർമ്മവും എന്നാണ്. നിന്നാൽ അസാധ്യമായി ഇല്ലൊരു കർമ്മവും. ഞാൻ എൻ്റെ എല്ലാ ക്ലാസ്സിലെ കുട്ടികളോടും എല്ലാ കാലത്തും പറയുന്നൊരു വാചകമാണിത്. ഓരോ മനുഷ്യനും അസാധ്യമായിട്ടൊരു കർമ്മവും ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ പുസ്തകമാണ് ഇവിടെ പ്രസിദ്ധീകൃതമായിട്ടുള്ളത്. ഒരു സ്ത്രീ എഴുതുമ്പോൾ ഒരുപാട് ജീവിതങ്ങളോട് ജീവിക്കുന്നുണ്ട്. ഒരു പുരുഷന് ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. ഷബിയുടെ കവിതയിൽ പറയുന്നുണ്ട്, ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നത്, മണ്ഡഗണേശന്മാരായ പുരുഷവൃദ്ധങ്ങൾക്ക് എന്തറിയാം, ഡുങ്കു ഡുങ്കു എന്നാണ് ബഷീർ പറയുന്നത്. മണ്ഡഗണേശന്മാർ എന്നാണ് പുരുഷവൃദ്ധങ്ങളെയൊക്കെ ബഷീർ വിശേഷിപ്പിക്കുന്നത്. പി രാമേന്ദ്ര മാഷിന്റെ വളരെ മനോഹരമായൊരു കവിത ഉണ്ട്. ഒരു കിളി പറയാണ്, ഇവിടെ ജീവിച്ചതിന് സാക്ഷ്യമായിട്ട് ഒരു തൂവൽ കൊഴിച്ചിട്ടാൽ മാത്രം മതി. ഇവിടെ ജീവിച്ചു എന്നറിയാൻ ഒരു അടയിരുന്നതിന് ചൂട് മാത്രം മതി. നാളെ ഇവിടെ ജീവിച്ചതിന് സാക്ഷ്യമായിട്ട് ഒരു കൂവി എന്നെ അറിയിച്ചാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മളെല്ലാ മനുഷ്യരും ഇവിടുന്ന് വെറുതെ ഇങ്ങനെ കടന്നു പോകാതെ എന്തെങ്കിലും സാധ്യമാവുന്നത് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഒരിക്കൽ ഒരു പുസ്തകമെങ്കിലും എഴുതാൻ കഴിയാത്ത ആരും ഉണ്ടാവില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു പുസ്തകം എഴുതാം. 19 വയസ്സ് വരെ മലയാളം എഴുതാനും വായിക്കാനും കഴിയാത്തൊരു മനുഷ്യനുണ്ടായിരുന്നു. 19 വയസ്സ് വരെ വിദ്യാഭ്യാസമില്ലാത്ത ഒരാൾ മലപ്പുറം ജില്ലയിൽ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേര് VT ഭട്ടതിരിപ്പാട് എന്നാണ്. അദ്ദേഹം 19 വയസ്സിൽ സംസ്കൃതം വേദങ്ങൾ ഉപദേശത്തൊക്കെ ഹൃദയസ്ഥാക്കിയിരുന്നു. ഒരു ചെറിയ പെൺകുട്ടി, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് ഈ കണക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന്. ആദ്യമായിട്ട് അക്ഷരങ്ങൾ കാണുകയാണ് VT. അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, കൂനിനുറുമ്പുകൾ നുരയിട്ടതുപോലെ എന്തോ ഒന്ന്, അത് അക്ഷരമാണെന്ന് VTക്ക് അറിയില്ലായിരുന്നു. ആ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന തീയാടി പെൺകുട്ടിയുടെ ശിഷ്യത്വം ഞാൻ സ്വീകരിച്ചു എന്ന് VT ആത്മകഥയിൽ പറയുന്നത്. VTയുടെ ആത്മകഥയുടെ പേര് കണ്ണീരും കിനാവും എന്ന മനോഹരമായ പുസ്തകമാണ്. എഴുത്തുകാരില് നോവലിസ്റ്റുകള്, കഥ എഴുത്തുകാർക്കൊക്കെ നല്ല വായനക്കാരുണ്ട്, അതുകൊണ്ട് അവർ അറിയപ്പെടും. പക്ഷെ കവിതയ്ക്ക് വായനക്കാരില്ലാത്ത കൊണ്ട് എന്നെ പോലും അറിയപ്പെടില്ല എന്ന് പറഞ്ഞു ഷാബി ഉറച്ചിട്ട്. അവിടെ പലരും പറഞ്ഞത് അതൊരു പരിധിവരെ വാസ്തവമാണ്. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഏതൊരു വ്യക്തിയും എന്ത് കാര്യവും ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ 3 കാരണങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ 3 കാരണങ്ങൾക്ക് വേണ്ടിയല്ലാതെ ലോകത്ത് കൊച്ചുകുട്ടി മുതൽ മുതിർന്ന ഒരു വയോവൃദ്ധൻ വരെ ഒന്നും ചെയ്യുന്നില്ല. ആ 3 കാരണങ്ങൾ, ഒന്ന് റെക്കഗ്നീഷനാണ്, പ്രശസ്തി, അംഗീകാരം. അതാണ് ഷാബി നേരത്തെ പറഞ്ഞത്, കവികൾക്കത് കിട്ടുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, കവിത്രയങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ പ്രാചീന കവിത്രയങ്ങൾ ഉണ്ടായിരുന്നു, ആധുനിക കവിത്രയങ്ങൾ ഉണ്ടായിരുന്നു. അക്കാലത്തേക്ക് അവർക്ക് നല്ല അംഗീകാരം കിട്ടിയതാണ്. പക്ഷെ ഇപ്പോൾ ഒരു പക്ഷേ സംഭവിച്ചിട്ടുണ്ടാവാം. എന്നാൽ രണ്ടാമതൊരു കാര്യം, നമ്മൾ ചെയ്യുന്നതിൽ രണ്ടാമത്തെ ഒരു കാര്യം, അതിന് പേര് സാറ്റിസ്ഫാക്ഷൻ അഥവാ ആത്മസംതൃപ്തി. അത് എന്തായാലും ഷാബിക്ക് എപ്പോഴും കിട്ടും, ഉറപ്പായിട്ടും. കാരണം ഒരു നോവൽ എഴുതുന്നത് പോലെ, കഥ എഴുതുന്ന പോലെ അത്ര എളുപ്പമല്ല ഒരു കവിത എഴുതാൻ. കുറച്ച് പ്രയാസമുണ്ട്. കവിതയിൽ വരേണ്ട കുറേ ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളിൽ പരമാവധി എല്ലാം ഉൾപ്പെടുത്താൻ സാധിച്ചാൽ അത്രമാത്രം കവിതയ്ക്ക് പ്രശ്നം കിട്ടും. ആശയങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട്, ബിംബങ്ങളുണ്ട്, ഭാഷയുണ്ട്, അങ്ങനെ ലക്ഷ്യമുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം തന്നെ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആശയവും ഭാഷയും അത് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളുമൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് കവിത എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും വായനക്കാരുണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ പുസ്തക പ്രകാശനത്തിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്.
CSSൻ്റെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായ പ്രിയപ്പെട്ട ഷാഫി നൗഷാദിൻ്റെ മുന്നോട്ടുള്ള വഴികൾക്ക് തീർച്ചയായും പൂർണ്ണമായ പിന്തുണ ചേക്കാരിമാട് സാംസ്കാരിക സമിതി സന്നദ്ധ സംഘടനകളിൽ നിന്നുണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വളരെ സന്തോഷം. ഡോക്ടർ പറഞ്ഞ പോലെ മീഡിയ ലൈബ്രറിയുടെ ചിലപ്പോൾ മൂന്നാമത്തെ പുസ്തകം ഐഷാബിയിലൂടെ ആയിരിക്കും. എല്ലാവിധ ഭാഗങ്ങളും വരുന്നു. അഭിമാനത്തിൻ്റെ നിമിഷമാണ് പറ്റിയത്. കാരണം ആ കുടുംബം അവരുടെ കുടുംബമായിട്ട് നല്ലൊരു ബന്ധമുള്ള ഒരു ആളാണ്. നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഞങ്ങളുടെ നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിട്ടുള്ള പ്രിയപ്പെട്ട പാങ്ങാടം പോക്കരാജിൻ്റെ മകള്, അവരുടെ അമ്മ ഇവിടെ ഉണ്ട്. ഞാൻ അവിടെ എത്തിയപ്പോഴാണ് കണ്ടത്. എന്നെ സംബന്ധിച്ചോളം അവരുടെ ഒരു സഹോദരനുണ്ട്, ഇസാക്ക് പാങ്ങാടെന്നാണ്. എൻ്റെ കൂടെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചതാണ്. മദ്രസിലും അതേപോലെ തന്നെ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ പഠിച്ചത്. അപ്പോൾ ജൂനിയറായിട്ട് ഓളോടെ താഴെ പഠിക്കുമ്പോൾ എന്തുണ്ടെങ്കിലും ആദ്യം വരൽ നമ്മളെ ക്ലാസ്സിലാണ്. അപ്പോൾ ആ ഒരു നല്ല ബന്ധമുണ്ട്. ഐഷാബി ഇങ്ങനെയൊക്കെ എഴുതുന്ന ഒരിക്കലും വിചാരിച്ചില്ല. കാരണം അവളുടെ ചെറുപ്പത്തിൽ അങ്ങനെ നമുക്കറിയാലോ അവളെങ്ങനെ ഇരുന്നില്ല. പക്ഷേ കുറേ കാലത്തിന് ശേഷം ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഇത് ഓളന്നെയാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ പുസ്തകങ്ങളൊക്കെ എഴുതുന്നുണ്ടെന്ന്, പിന്നെ ഇടയ്ക്കിടെ ഇങ്ങനെ ഓരോ അവാർഡുകളും ഓരോ ബഹുമതികളും കിട്ടുന്നത് കാണുമ്പോൾ അഭിമാനം തോന്നുന്നു. ഏതായാലും കൂടുതൽ എഴുതാൻ കഴിയട്ടെ. പിറകിലുള്ള പടവുകളിൽ എത്രത്തോളം അപകടങ്ങളും അതുപോലെ തന്നെ സാമൂഹിക മര്യാദകളിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഭവിഷ്യത്തും അതിനോടൊപ്പം തന്നെ അതിനെ മറികടന്നാൽ ലഭിക്കുന്ന പ്രോത്സാഹനത്തിൻ്റെ നേരിയ നാമ്പുകളും കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ താഴേക്കും മുകളിലേക്കും വളരെ സുഖകരമായി വീക്ഷിച്ചുകൊണ്ട് നടുവിൽ നിന്നുകൊണ്ട് എല്ലാം എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീയായി മാറാമെന്നുള്ള ഒരു കാതലിൻ്റെ വക്താവാണ് ഞാൻ. പക്ഷേ പലപ്പോഴും ചില സ്ത്രീകളുടെ പ്രതിനിധാനം, സ്ത്രീകളെ പറ്റി സംസാരിക്കുക, വേദികളിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ശാക്തീകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്ത്രീക്കൊരു കണ്ണടയും അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലൊന്ന് ചെറിയതായിട്ട് വെട്ടി ഒതുക്കുകയും വളരെ മോശമല്ലാത്ത രീതിയിലൊരു വാച്ചോ വസ്ത്രമോ ധരിച്ചു കഴിഞ്ഞാലും അതൊരു ശാക്തീകരണ പ്രസ്ഥാനത്തിൻ്റെ വാക്താവാണെന്നുള്ള രൂപത്തിലൊരു അടയാളപ്പെടുത്തൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതൊരു തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പല സ്ത്രീകളിൽ നിന്നും കടന്നു വരുന്ന വാക്കുകളും അവരെഴുതുന്ന വരികളും പലപ്പോഴും അടച്ചാക്ഷേപങ്ങളുടെ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരിക്കലും ഒരു സമൂഹത്തിൻ്റെ ഭാഗമല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവിടെ പുരുഷൻ, സ്ത്രീ, വലുത്, ചെറുത് എന്നുള്ള ഒരു നാമ്പുകൾക്കൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല എന്നാണ് ഞാൻ പറയാം. കാരണം സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പറയുന്ന നൗഷാദ് ഷാബിയുടെ കൂടെ ചേരുമ്പോൾ അതിനുശേഷം ഷാബി നൗഷാദ് എന്ന് പറയുന്ന വേങ്ങര എന്നൊരു മണ്ഡലം, പ്രപഞ്ച മണ്ഡലം അവരോട് ചേർക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്രതലത്തിലാണ് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയുടെ കരുത്ത് തെളിയിക്കാനുള്ള സാധ്യത കൂടുതൽ. ഇവിടെ അടയാളപ്പെടുത്തിയതിൽ ഓരോ നിമിഷവും ഞങ്ങളുടെ നാട്ടുകാരി, നിങ്ങളുടെ നാട്ടുകാരി എന്നുള്ള രൂപത്തിലേക്ക് ഒരു സ്ത്രീയുടെ അടയാളപ്പെടുത്തലിനുള്ള സാധ്യത വരുന്നു. അതിനുശേഷം ആ ബ്രദറിൻ്റെ കൂടെ പഠിച്ചു ഞാനെന്നുള്ള സാധ്യത വരുന്നു. അതിനുശേഷം എൻ്റെ മകളാണ് അവരെന്നുള്ള സാധ്യത വരുന്നു. ഇത്തരത്തിൽ അടയാളപ്പെടുത്തലുകൾ അറിയാതെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ 40 വർഷക്കാലത്തോളം വളരെ മനോഹരമായിട്ട് അവർ കടന്നുപോയി ഈ പ്രതല സ്ഥാനം, ഞാൻ പറയുന്ന നടു എന്ന് പറയുന്ന സ്ഥാനം, കുടുംബം എന്ന് പറയുന്ന കാര്യങ്ങളുടെ പ്രാധാന്യവും ഒരു സ്ത്രീ ജന്മന അമ്മയാകുക എന്നുള്ളൊരു പ്രാതിനിധ്യവും കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തെ വളരെ മനോഹരമായിട്ട് മുറുകെ പിടിക്കുക എന്നുള്ളൊരു പശ്ചാത്തലവും അതിനോടൊപ്പം തന്നെ സാമൂഹിക മാനദണ്ഡങ്ങളിൽ കൃത്യമായിട്ട് പരിമിതികളും ഉൾക്കൊണ്ടുകൊണ്ട് കിണഞ്ഞ് പരിശ്രമിച്ചതിൻ്റെ ഫലവുമാണ് ആ പ്രഥമ സ്ഥാനം. ആ സ്ഥാനം പലപ്പോഴും ഷാബി എന്നെ വിളിക്കുന്നത് ചില പ്രയാസങ്ങളുടെ ഒരു വാക്കിലാണെങ്കിൽ ഞാൻ കൊടുക്കുന്ന മറുപടി ഒരു ശാക്തീകരണ വക്താവിൻ്റെ മറുപടിയൊന്നുമല്ല. പലപ്പോഴും നമ്മളിൽ വളരെ ശാക്തീകരണക്കാരിയായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടാറുണ്ട്. ഒരു വേദിയിലും ഞാൻ അത്തരത്തിലുള്ള പ്രസംഗങ്ങളൊന്നും വരാറില്ല. പക്ഷെങ്കിൽ ഏത് തലത്തിൽ പോയി കഴിഞ്ഞാലും ശത്രുതയുടെ ഒരു പക്ഷം എല്ലായ്പ്പോഴും സ്ത്രീകളുടെ ഭാഗങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അത് പുരുഷൻ തീർക്കുന്ന ശത്രുതയൊന്നായിട്ട് ഞാൻ പരിഗണിക്കുന്നില്ല. പലപ്പോഴും ഒന്നിച്ചു ചേരലിൻ്റെ രാഷ്ട്രീയം പുരുഷന് മനോഹരമായിട്ട് സ്ട്രാറ്റജിക്കലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ സ്ത്രീകൾക്ക് ചിലപ്പോൾ ഉയർന്ന തട്ട് താഴ്ന്ന തട്ട് ഒന്നിച്ചിരുന്നൊരു കൂട്ടായ്മ വർഷിക്കാൻ കുറച്ചുകൂടി സമയം വേണ്ടി വരുന്നുള്ളൊരു പഠനത്തിൻ്റെ വക്താവാണ് ഞാനതിന് ഫ്രൂയിഡിയൻ തിയറിയുടെ കൺസെപ്റ്റാണ് പലപ്പോഴും എടുക്കുക. സോഷ്യൽ സിസ്റ്റത്തിലേക്ക് സ്ത്രീയും പുരുഷനും സ്ത്രീയും എന്ന് പറഞ്ഞു വെക്കാതെ ഈക്വൽ എന്ന് പറയാതെ തന്നെ അവനവൻ്റെ കടമകൾ നിർവഹിച്ചു പോയി കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പക്ഷെ ഷാബി ചോദിക്കാറ് എത്ര മാത്രമാണ്, ഞാനിപ്പോൾ ഇനി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴാ കഴിയുക. അവിടെ ഞാൻ മതപരമായിട്ടുള്ള വാർത്തകളുടെ ഒരു ചെറിയ അടിസ്ഥാനം എടുക്കാറുണ്ട്. അത് മത വക്താവ് വലിയ വാദമൊന്നും അറിയുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ അവിടെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയിരിക്കുന്നത് 40-ലാണെങ്കിൽ അതിന് മുന്നേ ഷാബി നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല.
കഴിഞ്ഞ 40 വർഷത്തിനുള്ളിലാണ് ഓരോ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സും കോളേജുകളിലെ ലൈബ്രറിയൻസും മറ്റ് ഇതര സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലുള്ളവർക്ക് പടർന്നു പന്തലിച്ചിട്ടുള്ളതെങ്കിൽ ഷാബിക്ക് വളരെ പെട്ടെന്നായി എന്നുള്ളതാണ്. 40 വർഷങ്ങളിൽ എവിടെയെങ്കിലും ഒരു 20-ലോ 25-ലോ ആണ് ഷാബി ഇത് തുടങ്ങുന്നതെങ്കിൽ ഇന്നത്തെ ഒരു സാംസ്കാരിക തലം അന്നില്ല. വളരെ ഭംഗിയായിട്ട് ക്രമം മൊത്തം എടുത്ത് ഒരു സമൂഹത്തെ വളരെ മാനദണ്ഡമായിട്ട് നിഷ്കർഷിച്ചുകൊണ്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് അന്നത്തെ സമൂഹത്തിൽ ഉയരാൻ പറ്റിയിട്ടുള്ളൂ. അത്ര കണ്ട് മെനക്കെട്ടൊരു വ്യക്തിക്ക്. പക്ഷെങ്കിൽ അവിടെ സാമൂഹിക മര്യാദകൾ കൃത്യമായി കൊടുത്ത അമ്മ എന്ന റോളിനെ വളരെ മനോഹരമായിട്ട് 4-5 മക്കളിലേക്ക് ഒതുക്കി അവരുടെ പകർന്ന വിദ്യാഭ്യാസവും ഭർത്താവ് എന്നുള്ള റോളും അവരുടെ പാരൻസിനെ കൃത്യമായി നോക്കിക്കൊണ്ടിരുന്ന ആ താളങ്ങൾ കൃത്യമായി അടുക്കി ഒതുക്കി കോതി വെച്ച് കാർക്കൂന്തലുകളിൽ അവസാനം നനച്ച് ഒതുക്കി വെക്കുന്ന ഷാബി നൗഷാദിന് അതൊക്കെ കഴിഞ്ഞുപോയി. അവരുടെ വിജയമാണത്. നമ്മളൊക്കെ അത് തുടങ്ങുന്നേ ഉള്ളൂ. എനിക്കിപ്പോൾ ചെറിയ കുട്ടി ഒരു വയസ്സാണ്. ഷാബിനോട് ഞാൻ പറയുമായിരുന്നു, നിനക്ക് ഈ കടമകളൊക്കെ തീർത്തു, ഇനി കുട്ടികളൊക്കെ റെഡിയായി, ഇനിയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിയാൽ മതി. പക്ഷേ നമുക്കത് കഴിയണമെന്നില്ല. അപ്പോൾ ഈ 40 വർഷം അല്ലെങ്കിൽ അവരുടെ പ്രായം 36, 37, 38 ആണെങ്കിൽ ഈ വർഷങ്ങൾ അവരെടുത്തത് എന്തിനാണ്? അകത്തളങ്ങളിലേക്ക് വരുന്ന കാലത്തേക്കുള്ള അലമാരയുടെ ഒരു സ്ഥാനം മാത്രമായിട്ട് കരുതിയാൽ മതി. പക്ഷെ ഇപ്പോഴും അടുക്കിക്കൊണ്ടിരിക്കുന്നവരെ കൂടുതലും 40-ാമത്തെ വയസ്സിലാണ് അടുക്കുന്നത് തുടങ്ങുന്നത്. അതൊരു ഫിലിം ഫീൽഡ് ആയിക്കോട്ടെ, രാഷ്ട്രീയ മേഖല ആയിക്കോട്ടെ, സാമൂഹിക മേഖല. അതിന് മുന്നേ ഒന്ന് തെളിഞ്ഞവരൊക്കെ വളരെ കുറവാണ്. ആ തെളിഞ്ഞവർ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ സാമൂഹിക തലം ഇതിനൊക്കെ ഓക്കെയാണ്. അന്നത്തേക്ക് തൻ്റെ കാര്യങ്ങൾ ദൈവം റെഡിയാക്കി തന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയും ഇരുന്ന് എഴുതിക്കൂല എന്നുള്ളൊരു പ്രചോദനമാണ് നൽകുക. അപ്പോൾ ഇങ്ങനൊരു വിഷമഘട്ടത്തിൽ ഇപ്പോൾ ഈ വേദി ഇപ്പോൾ സത്യം പറയാച്ചാൽ ഇങ്ങനത്തെ ഒരു വേദിയിൽ വരുന്നത് വലിയ ഒരു പ്രയാസമാണ്. ചെറിയ കുട്ടി ഒക്കെ നമ്മൾ തന്നെ അത് ഒരു പ്രയാസമൊന്നുമല്ല, ഞാൻ ആസ്വദിക്കുന്നു എന്നാണ് പറയാം. ഓരോ തട്ട് നമുക്ക് വളരെ ആസ്വാദനമാണ്. വാർദ്ധക്യകാലത്ത് ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് വളരെ രസമായിട്ട് എടുക്കും. 38 ഇയേഴ്സിൽ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ നമ്മൾ റിഫ്രഷ്മെൻറ്റ് ഒന്നും കൂടി കൂടുകയാണ്. നമ്മൾ റിലാക്സേഷൻ ടെക്നിക്സ് എന്ന് പറയാം, വെന്റിലേഷൻ പ്രോസസ്സാണിത് ഒരു കുഞ്ഞിൻ്റെ ചിരി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കാലഘട്ടത്തിൽ ഇങ്ങോട്ട് വരുന്നതിൽ ചില പ്രയാസങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഈ പറയുന്ന വേദികളിലൊന്നും നമുക്ക് വളരെ കൃത്യമായിട്ട് ഒരു വേദിയെ സമയബന്ധിതമായിട്ട് വന്നു ചേർന്ന് അണിയിച്ചൊരുക്കുന്ന വ്യക്തി. പക്ഷെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന വ്യക്തികൾ ഓരോന്നും നമ്മുടെ വർക്കിൻ്റെ ഭാഗമാണ്. ഓരോ സമയത്ത് നമ്മളിരുന്ന് സംസാരിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ പ്രിയപ്പെട്ട എഴുത്തുകാരൻ വളരെ മനോഹരമായിട്ട് ഒരു വ്യക്തിയെ കൈപിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. ഇരുന്ന് പ്രോത്സാഹിപ്പിക്കാൻ ആളുകളുണ്ടായിരിക്കണം. 5 മിനിറ്റ് വന്നിട്ട് ഹായ് ബൈ പറഞ്ഞു പോകുന്നതല്ലാതെ ഇവ എഴുത്തുകാരിയാണ്. സാമൂഹിക പ്രതലത്തിൽ അവരിതുവരെ മാനിച്ച മര്യാദകൾക്കനുസരണം അവരിലേക്ക് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവളെ തളർത്ത് പൊന്തുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഈ വേദിയിൽ ഇത്രയും സമയം ഓരോ ഗസ്റ്റുകളും കേട്ടോ, അദ്ദേഹം ലൈബ്രറിയിൽ അവരുടെ നാട്ടിൽ നിന്ന് ഇതിൻ്റെ കൃത്യമായിട്ട് നമ്മുടെ റോള് വേഗം എടുത്തിട്ട് വളരെ മനോഹരമായിട്ട് നന്ദി പറയണം സാറോട് ആദ്യമായിട്ട്. ക്രമങ്ങൾ തെറ്റാതെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് വരാനുള്ളത് വരുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ എഴുതുന്ന ആളാണ്, പക്ഷെ എൻ്റെ പുസ്തകങ്ങളൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പരിചയപ്പെടൽ പോലും എഴുതുമായി ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷെങ്കിൽ നമുക്കിതിൽ കാണാനുള്ള ഭാഗ്യമുണ്ട്. ഏകദേശം 1 lakh സ്റ്റുഡൻസ് ഉണ്ട് എനിക്ക്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഒരാൾ. ഇപ്പോൾ ഞാനെന്ത് പറയും, നിങ്ങളുടെ നാടിനപ്പുറത്തേക്ക്, നിങ്ങളുടെ നാട്ടുകാരിൽ നിന്നപ്പുറത്തേക്ക് എൻ്റെ കുട്ടി, എൻ്റെ വിദ്യാർത്ഥിയാണ് ഷാബി എന്ന് പറയാനുള്ള വലിയൊരു സംഭവം നമ്മൾക്കുണ്ട്. എൻ്റെ ക്ലാസ്മേറ്റ് ആണെന്നതോ അവർ പറയും. നിങ്ങളിപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഇവരൊക്കെ ഇപ്പോൾ പറയുന്ന പോലെ ഓരോ വേദികളിൽ ഓരോ ഇപ്പോൾ സാറൊക്കെ വിളിക്കുന്ന മാതിരി ഷാബി ഒന്ന് വരും, ഉദ്ഘാടനത്തിനാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾക്കുള്ള ഒരു വാതായനയാണ്. അപ്പോൾ ഇതാരാണ് എൻ്റെ വിദ്യാർത്ഥിനി, ആരെ പഠിപ്പിച്ചത്, ഞാൻ എവിടെയാണ് പഠിക്കുന്നത്, +2 ഒന്നുമല്ല, ഇപ്പോൾ സൈക്കോളജി മേഖലയിൽ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മാത്രം ഇതിൻ്റെ ഒരൊറ്റ കാതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു വരിയാണ് ഞാൻ വായിച്ചേക്കുന്നത്. പക്ഷെ ഞാൻ സാറിനടുത്ത് പറഞ്ഞത്, മുഹമ്മദ് സാറോട് പറഞ്ഞു, സാറെ വാരി ഒന്ന് ഭംഗി നോക്കൂ. അത് സാധാരണ അടുക്കളത്തളങ്ങളിൽ ഇരുന്ന് എഴുതുന്ന ഒരു സ്ത്രീയുടെ ഒരു വാക്കൊന്നുമല്ല. ഇവിടെ ഈ വരിയൊക്കെ വായിക്കുമ്പോൾ ഇത് വായിക്കുന്ന ആർക്കും ഇത് കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നങ്ങളാണ്. ഒരു വരിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഇവരെ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ, അടുക്കളയിൽ പ്രഷർ കുക്കർ, ഇവർ പ്രഷർ കുക്കറാണ്, അയ്യോ ഇതാണ് ഒരു സ്ത്രീ എഴുതി കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് തോന്നുന്നത്. പക്ഷേ ഷാബിനെ എനിക്ക് നന്നായിട്ട് അറിയാം. വളരെ മനോഹരമായിട്ട് കുടുംബത്തിൻ്റെ താളുകളിൽ പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ പ്രഷർ കുക്കറിൽ ഞാൻ കാണുന്നത് യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് വിങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് സുഗന്ധം പരത്താൻ കഴിയും. ബഷീറിൻ്റെ ചില വരികൾ എഴുതിയിട്ടുണ്ട്. ചില പ്രോബ്ലംസുമായിട്ട് CHൻ്റെ വരികളാണ്. പ്രോബ്ലവുമായിട്ട് ആളുകൾ വരുന്ന സമയത്ത് ടോയ്ലറ്റിൻ്റെ ഒരു ഇഷ്യൂ വന്ന ഒരാൾ വന്നു. അതേ സമയത്ത് ആ നാട്ടിലൊരു പൂന്തോട്ടം നിർമ്മിക്കണം എന്ന് പറഞ്ഞു വന്ന വേറൊരു വ്യക്തിയുണ്ട്. അപ്പോൾ ഭംഗിയും കാര്യങ്ങളും മുഖവിലക്ക് എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പൂന്തോട്ടം നിർമ്മിച്ചു കൊടുത്ത് ആളുകളായിട്ട് ഹായ് പറയുന്നതാണ് ഏറ്റവും മനോഹരം. പക്ഷെ ഞാൻ അപ്പുറത്തെ ഗോപാലേട്ടൻ്റെ ടോയ്ലറ്റിനാണ്, പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കക്കൂസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. കാരണം അതിൽ നിന്ന് വമിക്കുന്ന
ദുർഗന്ധം മറ്റുള്ളവരിലേക്ക് അസ്വസ്ഥത പടർത്തുമെങ്കിൽ ദുർഗന്ധം ഒഴിവാക്കുക എന്നുള്ളതാണ് അവിടെ ഫസ്റ്റ് പ്രോസസ്സ്. അല്ലാതെ പൂന്തോട്ടം ഉണ്ടാക്കിക്കൊണ്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കലല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്രഷർ കുക്കറിനെ ഞാൻ കാണുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പ്രഷർ അനുഭവിക്കുന്നു, അത് പുരുഷൻ അനുഭവിക്കുന്നുണ്ട്. വർക്ക് സ്പേസിൽ നന്നായിട്ടുണ്ട്, ഞങ്ങളത് അടുക്കളയിൽ ഇരുന്ന് അനുഭവിക്കുന്നു. സ്വാഭാവികമായിട്ട് ആ വിങ്ങലിനപ്പുറത്തേക്ക് മനോഹരമായിട്ടുള്ള ഒരു ഡിഷായിട്ട് അത് മുന്നിലേക്ക് എത്തുമ്പോൾ അത് കഴിക്കുന്നവൻ്റെ കണ്ണും മൂക്കും നാളവും ഇത്രയും മനോഹരമായിട്ട് ഒരു ഭക്ഷണം ഒരാളിലേക്ക് എത്തുന്നതിനൊരു വിങ്ങൽ നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു സുഗന്ധം 4 മക്കളും അതിലൊരു ഡിഗ്രി പൂർത്തീകരിക്കുന്ന ഒരു പെൺകുട്ടിയും ഞാൻ മനസ്സിലാക്കി. ഈ ക്രമത്തിൽ എനിക്ക് ഏറ്റവും ഞാൻ ഷാബിനോട് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മളൊക്കെ 20 വയസ്സിൽ പെൺകുട്ടികളെ പിന്നാലെ നടക്കണം, എവിടെ പോകണം, എന്ത് ചെയ്യണം, എവിടെയാണ്. ഇവരെന്ത് കർമ്മങ്ങൾ കൃത്യമായി നിർവഹിച്ചു ആ കർമ്മത്തിന് ഉദാത്തമായ ഉദാഹരണമായിട്ട് ഒരിക്കലും അവരുടെ പിന്നാലെ ആ കുട്ടിയുടെ പിന്നാലെ അവർക്ക് നടക്കണ്ട. നിലവിലുള്ള സാമൂഹിക മര്യാദകളുടെ ക്രമിക്കേടുകളിലൊന്നും പെടില്ല എന്ന് നമുക്ക് വാക്കാൽ നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു പെൺകുട്ടി, അതാണ് അവരുടെ മകൾ. ഇതാണ് അവരുടെ ജീവിതത്തിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത്. ഫീഡ്ബാക്ക് അതാണ്. അതിനപ്പുറം വലിയ വാക്കുകളൊന്നും എനിക്ക് പറയാനല്ല. പ്രിയപ്പെട്ട നൗഷാദിനോട് ഇതിൻ്റെ ഒരു കയ്യാളാണ്. സാമൂഹിക പശ്ചാത്തലത്തിൽ ഇപ്പോൾ കമറുദ്ദീൻ അൻവർ മാഡത്തിൻ്റെ ഏറ്റവും വലിയ തൂണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭർത്താവാണ്. അത് എഴുതാൻ പുരുഷൻ അവസരം കൊടുത്തു അല്ലെങ്കിൽ അവർ ചെയ്യിച്ചു എന്നൊന്നും കരുതണ്ട, മറിച്ച് ഒന്നിച്ച് നിന്നു എന്നുള്ളതിന് ഉമ്മ, അങ്ങനെ പല ആളുകളും. അപ്പോൾ ആ അഡ്രസ്സ് അടയാളപ്പെടുത്തലിനൊക്കെ വളരെ ഭംഗിയായിട്ട് ഞാൻ നന്ദി പറയുന്നു.